ലൈഫിൽ ആരെങ്കിലും ഒരാൾ എന്നോട് ഹെവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സോൻമാർഗ് പോയാൽ മതി. അതെ, ഞാനിന്ന് പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ്, ദ മിഡോ ഓഫ് കശ്മീർ. ഞാൻ സ്റ്റേ ചെയ്തത് ശ്രീനഗറിലാണ്. അപ്പോൾ അവിടുന്ന് പോകുന്ന വഴി നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ട് 5 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരെയായിട്ടാണ് സോൻമാർഗ് എന്ന് പറയുന്ന ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കശ്മീർ താഴ്വരയിൽ നിന്ന് ഏകദേശം 2730 മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത്. ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നഗരത്തിലെ ബഹളങ്ങളൊക്കെയായിരുന്നു. പക്ഷേ ഇത് പതിയെ ഗ്രാമപ്രദേശങ്ങളുടെ ശാന്തതയിലേക്ക് വഴിമാറി. നല്ല മനോഹരമായ ഈ പ്രകൃതിയെ നോക്കി നമുക്കിഷ്ടപ്പെട്ട പാട്ടും കേട്ട് പോവാന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഫീലാണ്. ഇനി എൻ്റെ യാത്ര എന്ന് പറയുന്നത് സോൻമാർഗ് ടണലിലൂടെയാണ്. ഞാൻ ശരിക്കും സോൻമാർഗ് എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻ കാണുന്ന അതി എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഈ ടണലിലൂടെ സഞ്ചരിക്കാൻ. 2025 ജനുവരി 13 ഇത് ഉദ്ഘാടനം ചെയ്തത്. പണ്ടിവിടെ ഒരു ചെറിയ മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ തന്നെ റോഡ് പെട്ടെന്ന് ബ്ലോക്ക് ആവുമായിരുന്നു. ഇത് വന്നതോടുകൂടി നിന്നു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ടണലായിരുന്നു. ഈ ടണൽ പാസ് ചെയ്ത് നമ്മൾ എത്തുന്നത് ഒരു പുതിയ ലോകത്തേക്കായിരുന്നു. അതിന് മുന്നേ കണ്ട ലോകമല്ല, അതിന് ശേഷം ഒരു ഇമാജിനറി വേൾഡ് പോലെ തന്നെ നമ്മളിങ്ങനെ ഫിലിമിലെല്ലാം കണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം കാണുന്ന അത്രയും ഭംഗിയുള്ള ഒരു ഇമാജിനറി വേൾഡ്. ഞാൻ ആക്ച്വലി ഞെട്ടിത്തരിച്ചുപോയി. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അതിവിടെയാണ്, ഇവിടെ മാത്രമാണ്. സോനാമാർഗിനെ സ്വർഗത്തിലെ താഴ്വര എന്നാണ് ഇവിടുത്തുകാർ വിശേഷിപ്പിക്കുന്നത്. അതായത് ആകാശം മുട്ടി നിൽക്കുന്ന വലിയ മലനിരകളുള്ള ഒരു അടിപൊളി താഴ്വാരം. ലഡാക്കിലേക്ക് പോകുന്ന വഴി കൂടിയാണ് സോൻമാർഗിലേക്കുള്ള ഈ വഴി. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂറോളം ട്രാവൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ബോറടി പോലും തോന്നൂല. കാരണം പോകുന്ന വഴിയിൽ കാണുന്ന നല്ല മലനിരകളും അരുവികളും ആ വില്ലേജ് വൈബ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ സോൻമാർഗിൻ്റെ 0 പോയിന്റിലെത്തി. കശ്മീരിൽ വന്നാൽ കശ്മീരിൻ്റെ തനത് ടീയായ കാവ കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാവ വാങ്ങിച്ചു കുടിച്ചു. ഈ 0 പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 0 പോയിൻറ്റിൽ എപ്പോഴും 0 ഡിഗ്രി അതിൽ താഴെയായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ജാക്കറ്റും തെർമൽസും ഒന്നും എടുക്കാണ്ടാണ് വന്നിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. നമുക്കിനി മുകളിലോട്ട് പോകണമെങ്കിൽ വിൻ്റർ ബൂട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഫുള്ള് സ്നോയാണ്. അപ്പോൾ അത് വാങ്ങാൻ കയറി. കശ്മീരിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്പാം നല്ല രീതിയിലുണ്ട്. അതായത് നമ്മളിപ്പം വിൻ്റർ ബൂട്ട് വാങ്ങുവാണെങ്കിലും റൈഡാണെങ്കിലും നമ്മളവിടെ എത്തുമ്പം തന്നെ ആൾക്കാർ പൊതിയാൻ തുടങ്ങും. അപ്പോൾ അത് അനുസരിച്ച് മാത്രം നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തത് ഏകദേശം എല്ലാം ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു പാക്കേജ് ആയിരുന്നു. അപ്പോൾ ആദ്യം ATU ബൈക്ക് റൈഡിൽ നമ്മൾ ഒരു പോയിന്റ് വരെ എത്തി. പിന്നെ അവിടുന്ന് സ്നോ സ്ലഡ്ജിലായിരുന്നു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയുള്ള സ്നോ വെഹിക്കിൾസിലെല്ലാം കയറുന്നത്. അത് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തി. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. എങ്ങോട്ട് നോക്കിയാലും സ്നോ മാത്രം. ഇവിടെ ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഗ്ലാസ് എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിൽ നല്ല രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു ആ ലൈറ്റ് കാരണം. കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള പ്ലേസ് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഗ്ലാസ് ക്യാരി ചെയ്യുക. പിന്നെ ഒരു 2 മണിക്കൂറിന് മുകളിൽ നമ്മൾ ആ ഒരു പ്ലേസിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറേ നേരം സ്നോയിലെല്ലാം കളിച്ചതിന് ശേഷം നമ്മൾ പിന്നെ റിട്ടേൺ അടിച്ചു. നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്ത് സോൻമാർഗിൽ അത്യാവശ്യം നല്ല തിരക്ക് തുടങ്ങിയിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി നല്ല രീതിയിൽ കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി സാധിച്ചത്.
നമ്മൾ പോയ സെയിം റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നതും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്തിരുന്ന പ്ലേസിലേക്ക് എത്തി. നല്ല അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു, ഒരു ഹോംലി ഫീൽ കിട്ടുന്ന ഒരു സ്റ്റേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ 1. ഇനി നമുക്ക് ഡേ 2 കാണാം. ബൈ. ഹലോ, വെൽക്കം ടു ഡേ 2. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ ഒരു ഫേമസ് ടുലിപ്പ് ഗാർഡനിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡനാണിത്. ഏകദേശം 30 ഹെക്ടർ വിസ്തൃതിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നത്. സമ്പർവാൻ പർവ്വതനിരകളുടെ താഴ്വരയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകത്തിൻ്റെ ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. കശ്മീരിൽ പുഷ്പകൃഷിയും അതുപോലെ ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2007 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ടുലിപ്പ് മാത്രമല്ല, വേറെ നിരവധി ഇനം പൂക്കൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഹയാസിന്തും ഡാഫോഡിൽസും റാൻകുലസും അങ്ങനെ ഒരുപാട് തരം ഇനങ്ങൾ. ഞാൻ പോയ സമയത്ത് ആ ഡേ ആണ് ഇത് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കൾ മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പകുതിയിലധികം വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ദിവസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ് ഈ ഗാർഡൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 18 കിലോമീറ്റർ അകലെ. റോഡ് മാർഗ്ഗമാണ് വരുന്നെങ്കിൽ ലാൽ ചൗക്കിൽ നിന്ന് വെറും 8 കിലോമീറ്റർ അകലെ. സിറാജ് ബാഗ് എന്നായിരുന്നു മുമ്പ് ഇതിൻ്റെ പേര്. ഒന്നിലധികം നിറങ്ങളുള്ള ഏകദേശം 1.75 ദശലക്ഷം ടുലിപ്പ് ബൾബുകൾ ആംസ്റ്റർഡാമിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ വർഷവും മാർച്ച് 26-നാണ് ടുലിപ്പ് ഗാർഡൻ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ കശ്മീരിൽ ടുലിപ്പ് ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട്. ഏകദേശം ഏപ്രിൽ മാസത്തോടുകൂടിയാണ് ടുലിപ്പ് വിരിഞ്ഞു തുടങ്ങുന്നത്. ഏത് സമയത്തും നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനാണിത്. ഈ ഗാർഡനിൻ്റെ ഓരോ കോർണറിലും അതിൻ്റേതായ ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നമ്മൾ ഏകദേശം രാവിലെയാണ് ടുലിപ്പ് ഗാർഡനിലെത്തിയത്. ഏകദേശം 2-2.5 മണിക്കൂറോളം നമ്മൾ ഈ ടുലിപ്പ് ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. ഉച്ചക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 11-11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ടുലിപ്പ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി. Living this place with a heavy heart, but memories that will last a lifetime. അപ്പോൾ ബൈ.